മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള ബാങ്കിന്റെ സമരഭടന്മാർ, നൂറുകണക്കിന് സമരഭടന്മാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള എല്ലാ ജില്ലകളിലെയും സമരഭടന്മാർ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ആവേശത്തോടെ അണിനിരക്കും. കടകംപള്ളി സുരേന്ദ്രൻ നയിക്കുന്ന ഈ ജാഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് നമുക്ക് പോകാം. 21 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നേതൃത്വത്തിൽ ഈ സമരം നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഗവൺമെന്റ് അംഗീകരിച്ച DA ഇതുവരെ ഉത്തരവാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പാർട്ട് ടൈം സ്വീപ്പർമാരുടെ പ്രൊമോഷൻ നടന്നപ്പോൾ അതിന് അനുരോധമായിട്ടുള്ള ശമ്പളം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ദിവസവേതനക്കാർക്ക് തുച്ഛമായിട്ടുള്ള വരുമാനമാണ് കിട്ടുന്നത്, അത് മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിന് തയ്യാറാവുന്നില്ല. ഇവിടെ ഏതാണ്ട് 2000-ഓളം വരുന്ന ജീവനക്കാരുടെ കുറവുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അതിന് വേഗത വർദ്ധിക്കുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ സമരത്തിന് ആധാരമായിട്ട് വെക്കുന്നത്. ജീവനക്കാര് വലിയ പ്രയാസത്തിലും വിഷമത്തിലുമാണ്. ഉത്കണ്ഠയാണ് ജീവനക്കാരെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത്. ജോലി ഭാരം കൊണ്ടവര് വല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം. കേന്ദ്ര ബഡ്ജറ്റിലും പൂർണ്ണ അവഗണന. കേന്ദ്ര ബഡ്ജറ്റ് പിന്നെ അവഗണന എന്ന് പറഞ്ഞാൽ പോരാ. അത് ടി പത്മനാഭൻ എന്ന മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള കഥാകൃത്ത് 3 വാക്കുകൾ കൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഞാൻ ബഡ്ജറ്റ് കണ്ടു. രണ്ടാമത്തെ വാക്ക്, കേരളം ഇന്ത്യയിലല്ലേ എന്നെനിക്ക് സംശയം. ഇതാണ് കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുന്നത്. കനത്ത അവഗണന. സംസ്ഥാന ബഡ്ജറ്റ് അതിനെ ഒരുപാട് തരണം ചെയ്തു വന്നതിനെ നമുക്ക് പറയാം. അതെ, സംസ്ഥാന ബഡ്ജറ്റ് കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി നമ്മുടെ സംസ്ഥാനത്തിന്റെ വൻ വികസന ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ആ നിലയിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലെ ഞാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അതായത് കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭരണപക്ഷ സംഘടനയെന്നോ പ്രതിപക്ഷ സംഘടനയെന്നോ സമരത്തിലാണ്. നമ്മൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഉന്നയിക്കുന്നത്. കേരള ബാങ്കിൽ നിരവധി തസ്തികകൾ ഒഴിഞ്ഞിടക്കുകയാണ് PSC വഴിയുള്ള. ആ PSC വഴിയുള്ള തസ്തികകളുടെ നിയമനം പൂർത്തിയാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം, ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. അതുകൊണ്ട് തൊഴിലില്ലാത്ത ഒരു വിഭാഗം ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിട്ടുകയാണ്. 2, പിന്നെ ജീവനക്കാരുടെ DA, പേ റിവിഷൻ, PTS ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, 2017 പ്രൊമോഷൻ കിട്ടിയവരുടെ തസ്തിക നിർണ്ണയിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി ഡിമാൻഡുകളാണ് ഉന്നയിക്കുന്നത്. കേരള ബാങ്കിന്റെ സമരഭടന്മാർ, നൂറുകണക്കിന് സമരഭടന്മാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള എല്ലാ ജില്ലകളിലെയും കേന്ദ്രത്തിന്റെ പൂർണ്ണ അവഗണന തന്നെയാണ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ബജറ്റിലാണെങ്കിലും എന്തിനാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ക്യാമറമാൻ അഖിലിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.